உங்கள் சீட்டு ஆல்ரெடி கொடுத்தாச்சு சார். கூப்பிட்டா ஃபோன் எடுக்க மாட்டேங்கிறீங்களே. അതെന്ത് പരിപാടിയാ? பின்னாடி சீட் இருக்கு, போய் அங்கே உட்காருங்க. അവിടെ താമ്പോ ഇരുന്നാൽ മതി. இந்த சீட் அலாட் பண்ணதே பெரிய விஷயம். எங்கேயாவது போய் உட்கார வேண்டியதானே? അതിനുവേണ്ടിയല്ല ഞാൻ ബുക്ക് ചെയ്ത്. സാർ സാർ തമ്പി തമ്പി ചേട്ടാ പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ ബാക്കി ഇരുന്നോളാം. ബ്രോ പ്ലീസ്. நமக்குன்னு வந்து மாட்டோம். சரியான போதையில் இருக்கிறான். லைட் ஆஃப் பண்ணுப்பா. நமக்கு எதுக்கு வம்பு? അടിച്ചേക്കുന്നു വോഡ്ക. ഏതോ കൂതറ സാധനം വലിച്ചിട്ടിട്ട് വോഡ്ക. താനീ ബഹളൊക്കെ ഉണ്ടാക്കി കയറിയിരിക്കുന്നേ ലേഡീസ് സീറ്റില. ഞാനായാലും ചിക്കനും പ്രതീക്ഷിച്ചിരിക്കായിരുന്നു. ചുമ്മാലയിലടിക്കാൻ. ആരാ ലക്ഷ്മി? ഗേൾഫ്രണ്ടാ? അമ്മയാ. ഐ എം മൈക്ക്. ആന്റണി. മൈക്ക് ഒരു ബോയ്ഷ് നെയിം അല്ലേ? റിയൽ നെയിം സാറാന്ന്. അന്ന് മാറ്റാൻ പോയിരുന്ന വഴിയോ? ഈ ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഓർഗൻ റിയാസിംഗ്, ഈ ലിംഗമാറ്റം. வண்டி ஒரு 10 நிமிஷம் நிற்கும். சாப்பிட்றவங்க போய் சாப்பிட்டு வந்துருங்க. லேட் பண்ணிடாதீங்க, சீக்கிரம் வந்துருங்க. കഴിക്കുന്നില്ലേ? വിശപ്പില്ല. രണ്ടെണ്ണം അടിച്ചാ വിശപ്പോ? പഠിക്കാൻ സാധനം ഇരിപ്പുണ്ടോ? ബാഗിലുണ്ട്. എനിക്ക് ഫുഡ് കഴിക്കാൻ ഇപ്പോൾ ഒരു കമ്പനി വേണം. നാട്ടിലാണെങ്കിൽ വല്യമ്മച്ചിയോ റോബിയോ ആരെങ്കിലൊക്കെ ഉണ്ടാവും. ഇതെൻ്റെ ഫേവറേറ്റ് ബ്രാൻഡ്. നാടനാ, ദ ഡ്യൂ ഫ്രം ഹെവൻ. ഞങ്ങൾ എന്നെ മാറ്റിയെടുത്ത. എന്തിനാ സാധനം മാറ്റി വെക്കുന്നത്? ഇനിയും വേണോ? ഇതല്ല, ഈ ആണെപ്പോലെ തന്നെ ഞാൻ. ശരീരത്തിൽ ഈ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എന്നാൽ പിന്നെ അതങ്ങ് മാറ്റിച്ചാൽ പോരെ, അത്രേ ആലോചിച്ചുള്ളൂ. എന്തുപറ്റി? ജീവിതത്തിൽ ആരുടെയും കിസ്സൊന്നും കിട്ടിയിട്ടില്ല? തനിക്ക് കിട്ടിയിട്ടുണ്ടോ? യെസ്, ഫസ്റ്റ് കേസ് 13 വയസ്സുള്ളപ്പോഴാണ്. ഓ, അപ്പോഴേ ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നോ? എൻ്റെ അല്ല, നമ്മയുടെ. ഐ ആം സോറി.
ഞാനൊന്ന് മുള്ളിയിട്ട് വരാം. ഓക്കെ. എനിക്ക് ആണുങ്ങളോട് ഏറ്റവും അസൂയുള്ള കാര്യം ഇതാ. എപ്പോൾ എവിടെ വേണേലും ഒഴിച്ചോളയാലോ. അയ്യോ മുള്ളാൻ പോക്ക് നേരെ തന്തോ. ആന്റണി ജോൺ. ഇതൊരുമാതിരി വേലി കിടന്ന പാമ്പിനെ എടുത്ത്. நானும் பார்த்துக்கிட்டு தான் இருந்தேன். ரெண்டும் செம்ம டைட்டு. அவங்கள வண்டியில் ஏற்றினா நம்ம வேலை போயிடுங்க. ആടാ ആമാങ്ങ. ഞാനൊന്ന് ഇരുന്ന് പോയി. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കിടന്നു പോയെന്ന് പറയും. വേഗം വാ, ബസ് പോവും. ബസ് പോയോ? അടിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ ഇരിക്കും. ബസ്സും കേസൊക്കെ മിസ്സാവും. നമ്മളിനി എങ്ങനെയാ പോകുന്നേ? താനെന്തായാലും ഒരു പെൺപിള്ളേരെ പോലെ. നമ്മൾ ആൺപിള്ളേരെ എങ്ങനെ ടൂർ പോണേ അതുപോലെ അങ്ങ് പോവും. ഞാൻ ഫുഡ് കഴിക്കാതെ അടിച്ചിട്ട് എങ്ങനെ ഇത് പിടി വല്ലതും കഴിക്കാം. പോയി ഉட்காருங்கம்மா. പരവല്ല അണ്ണാ. ഞാൻ ഭയങ്കര ഫുഡിയോ. എനിക്ക് വയറ് നിറയുന്നവരെ കഴിക്കണം. വീട്ടിലാണെങ്കിൽ 100 കൂട്ട് കംപ്ലൈൻസ്. തടി കൂടും. തടി കൂടിയാൽ പിന്നെ എനിക്ക് കെട്ടിക്കൊണ്ടു പോകില്ല. അല്ലേ അരി കെട്ടാൻ പോകും. കുറെ നേരാ കയറി ഉണ്ടാക്കുന്നു. ഇനി തൊട്ടാണല്ലോ തന്റെ കുഞ്ഞാണി കൂടി പിടിക്കും. ഇതിനിടയിൽ എൻ്റെ അടുത്ത് കയറി തോണ്ടാൻ വന്നു. എൻ്റെ ഒറ്റ ഡയലോഗിൽ അവൻ പേടിച്ച് കൈയെടുത്തു. തനിക്കിതുവരെ ഒരു കോളുകളും വന്നില്ലല്ലോ. ഫോണൊന്നുമില്ലേ? അങ്ങനെ പ്രത്യേകിച്ച് വിളിക്കാനും പറയാനൊന്നും ആരുമില്ല. തൻ്റെയൊക്കെ ഒരു യോഗം. അടിപൊളി ലൈഫായിരിക്കും അല്ലേ? ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാണ്ട് ഇഷ്ടം പോലെ നടക്കാമല്ലോ. ആരെങ്കിലുമൊക്കെ ഉള്ള ലൈഫിനെ സാടോ. ശരിക്കും തനിക്കെന്താ ജോലി? കളക്ടറാ. ശരിക്കും? ഓ, കള്ളം പറഞ്ഞാണല്ലേ. സാറില്ല, കള്ളം പറയുന്നതുകൊണ്ട് നമ്മളാരും കള്ളന്മാരാവുന്നില്ലല്ലോ. നമ്മുടെയൊക്കെ ഉള്ളിൽ ആഗ്രഹങ്ങളല്ലേ നമ്മൾ കള്ളങ്ങളായി പറയുന്നത്. നാട്ടിലെല്ലാം ഉണ്ടാവുള്ളൂ. കയ്യാണിച്ചപ്പോൾ ഇത്ത നിർത്തില്ല. ഉള്ള വേണ്ടി മുന്നിൽ നിർത്തിയേക്കും. അതാണ് ചേട്ടാ. ലിഫ്റ്റ് തരുമോ? നിലാപ്പട്ടിനാലെ മൂടും കുളിർ മഞ്ഞ് പയ്യെ പെയ്യും കിനാതീരമെന്നിൽ നൽകി നീയേ. കിതയ്ക്കാതെ പായും ലോകം ചിരിക്കാൻ മറക്കും നേരം ചിരിക്കാഴ്ചയേകാനെത്തും നീ ആരോ. പോകാം
തന്നെ എന്തായാലും മറക്കില്ല. കള്ളുടിച്ചോണ്ടെങ്കിൽ കമ്പനിയല്ലേ. നാട്ടിൽ പോയിട്ടെന്താ പരിപാടി? ഈ വരുന്ന 18-ാം തീയതി ഒന്ന് കെട്ടിത്തൂങ്ങി ചാവണം. ആഹാ, അടിപൊളി പരിപാടിയാണല്ലോ. ഞാൻ വരാൻ ലേറ്റ് ആവും. എനിക്കിത് മാറ്റിച്ച് കുറച്ച് പരിപാടികളുണ്ട്. നമുക്കിരുന്ന പരലോകത്ത് വെച്ച് കാണാം. മനം നീലപാതയാ ഇതാ ഇടം തേടുവാ. ഇത്ര പെട്ടെന്ന് കാടായി. എടാ മോനെ ആനടി, കൊറേ കാലം ആയല്ലേ കണ്ടിട്ട്. പണി നടക്കട്ടെ ഏട്ടാ, കാണാം. ആ എടാ ഒരു കാള മനസ്സിലായില്ലേ? മനസ്സിലായി. നമ്മുടെ ജോണേട്ടന്റെ മോനാ. ആ പറമ്പ് വിട്ട് കാശ് കൊണ്ട് പോയതല്ലേ പുള്ളി. ആളെ പോയിട്ട് തണ്ണിയാണല്ലോ കേട്ടെ. നീ കേള എന്തായാലും പറഞ്ഞാൽ കൊണ പറഞ്ഞോണ്ടേ. പണി മുഴുവൻ ഞാൻ തന്നെ ചെയ്യണം, കൂലിക്കൊരു കുറവില്ല. സിമ്പിൾ കിടക്കുക, അതാ വിളിക്കാൻ ഞാൻ. വല്ലാത്ത തലവേദന, ഒന്ന് കിടക്കണം. കെട്ടിക്കുട്ടിയാക്കി നമ്മളെ ഏതെങ്കിലും മൂലയ്ക്കാക്കിയാലേ എല്ലാ തന്തമാരും തള്ളമാരും അടങ്ങും. അങ്ങനെ നോക്കുമ്പോൾ നീ ഭാഗ്യവാനാ. എടാ ഞാൻ അങ്ങനെ അളിയാ, എത്ര കാലം കുട്ടിയുടെ കോപ്പൊന്ന് കാണുന്നത്. ഒരു ഹഗ്ഗങ്ങൾ താടാ. സ്വാതി എവിടാ? ഇല്ലടാ വന്നില്ല. ഇനി വല്ലവരും അറിയിക്കാനുണ്ടോ? സാരമില്ലടാ, കുറെ കാലം കൂടിയിട്ടല്ലേ. നിനക്ക് നമ്മളാരും കാണണമെന്നില്ലെങ്കിലും നമുക്കങ്ങനെ എല്ലാം കൂട്ടിക്കാം. എടാ, നീ ഒരു സംഭവം പറഞ്ഞാ, ദേ ഇവര് പോലും വീട്ടിൽ പെണ്ണന്വേഷിക്കുന്നുണ്ടെന്ന്. അതെന്താടാ ഇവന് പോലും? അല്ല, പറഞ്ഞതേ ഉള്ളൂ. നീ പ്രേമിച്ചെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മറ്റാരെങ്കിലും കിട്ടി രക്ഷപ്പെട്ട കുറച്ച് പേരുണ്ടല്ലോ, അവരുടെ അനുഗ്രഹം നിനക്ക് എപ്പോഴും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിന്റെ ഭാര്യയുടെ അനുഗ്രഹം എനിക്ക് എപ്പോഴും ഉണ്ടാവും. എന്താ പറഞ്ഞു? തമാശ സൺലോ അവൻ നാട്ടിൽ തന്നെ ഉണ്ട്. നീ വന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ചില്ലറ കാര്യത്തിനാണോ നീ എൻ്റെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നത് സാറാ? ഇതിനൊന്നും കൂടെ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. പിന്നെ നീ എന്ത് ഫ്രണ്ടാടാ? സാറാ, നീ ഇത് വിചാരിക്കണ പോലെ കുട്ടിക്കളിയല്ല.
ഓരോ തോന്നലിന് ഓരോന്ന് ചെയ്യാൻ നിൽക്കല്ലേ. നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറ. ഞാനെന്നല്ല, ആരും നിൽക്കില്ല. നീ വരുന്നുണ്ടാ സാറാ? എണ്ണ എണ്ണ ഒന്നുമില്ല. ഞാൻ ബിയർ ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്തെങ്കിലും ഒരു പണിയേടേ, എന്തെങ്കിലും. നീയാണോ പിന്നെ എന്നും പണിക്ക് പോകുന്നത്? ഒന്ന് പോടാ അവിടെ. എടാ പുല്ല, നിനക്കൊരു ജോലി ഉണ്ടെന്ന് കൂടുതൽ ആങ്കരുത് കേട്ടാ. ഇത് കുറച്ച് നാളായി. ആ കുട്ടി ഇനിയുള്ള കാലം ആൺകുട്ടികളെ പോലെ ജീവിക്കാം. ഓൾറെഡി അങ്ങനെ തന്നെയാണ് നടത്തവും പെരുമാറ്റമൊക്കെ. ഓരോരുത്തരുടെ ഇഷ്ടങ്ങളെ. ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ തുടങ്ങിയാൽ നമ്മൾ ആണുങ്ങൾ എന്ത് ചെയ്യാനാണ്? നമ്മളല്ല, നീ കുറച്ച് ബുദ്ധിമുട്ടു. ഇനി നീ വാ തുറന്ന ഈ കാലിന് നിന്റെ വായിക്കാതായിരിക്കും. കുറെ നേരമായി കൊണ കൊണ കൊണാന്ന് ദേവനോട് മിണ്ടായിരിക്കാൻ പറഞ്ഞു. ഇനി ഉണ്ടായിരിക്കേ മിണ്ടായിരുന്നാ പോരെ? കപ്പാണോ? കൊടുക്കാന്. ഇനി നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ ഇറങ്ങുവാണ്. ഏയ് എവിടെ പോണു? എടാ വീട്ടിൽ ഉമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ പോകണം. അളിയാ ബാക്കിയും കൂടി പറിച്ചിട്ടോ? അല്ലെ ഞാൻ ബാക്ക് ചെയ്യുന്ന ഉണ്ടാക്കിയാ ഞാൻ അങ്ങനെ ഉണ്ടാക്കാൻ. ഞാൻ വരുന്നത്. ഞാൻ ഇറങ്ങാട്ടാ, പോലെ പ്ലീസ്. കുറച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ടാ. കുറച്ച് കഥയും കൂടെ പറഞ്ഞിട്ട് വിടറേ. Good night, sweet dreams. നീ മുന്നേ പോ, ഞാൻ വന്നതാ. ഇതും വന്നിട്ടുണ്ടാവും. ആ ചെല്ല് പെരകേറ് പിള്ളേരൊക്കെ പെരകേറ്. നമുക്ക് ഇരിക്കാലിയ സൺറൈസ്. ബൈ ദ വൈ, ആ പെൺകൊച്ചിൻ്റെ കാര്യമുണ്ടല്ലോ, കൊള്ളാളിയാ, എനിക്കിഷ്ടപ്പെട്ടു. ആൺകുട്ടിയാവട്ടെ പെൺകുട്ടിയാവട്ടെ ഇങ്ങനെ വേണം, തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകണം. Cheers. Cheers. അമ്മ അമ്മ ഓഫീസ് റൂമിൽ
മകന് വല്ല മാനസിക പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ വീട്ടിലിരുത്തണം. മറ്റു കുട്ടികൾ പഠിക്കുന്നിടത്തേക്ക് അല്ല പറഞ്ഞു വിടേണ്ടത്. നിങ്ങൾ ഇങ്ങനെ കരയുന്നതല്ലാതെ എന്തെങ്കിലും ഒരു ന്യായം അവനെ കുറിച്ച് പറയാനുണ്ടോ? കൂടെ ഉള്ളവരുടെ തലയടിച്ച് പിടിച്ചിട്ട് നീ അങ്ങ് പോടാ. പോലീസ് വന്നിട്ട് നീ പോയാ മതി. എന്താണ് ഇവിടെ? അതെ. ആ ശരി. വാ വീട്ടിൽ പോ. എഴുന്നേക്ക് വാ. എടാ ഞാൻ പറഞ്ഞോ വേണം. ആ വണ്ടി കയറിയോ? ആ കാല് എവിടെ കയറിയ പോ. ആ നിർത്തിക്കോ. ആന്റണി വാ ഇറങ്ങി വീടെത്തി പിടിക്കണം. കിടത്തി